ഏട്ടാ ചായ ആയിട്ടുണ്ട്, ഒന്ന് കഴിച്ചോ. ഇപ്പൊ വരാ. അല്ലെന്ന് ചായക്ക് എന്താ ഉണ്ടാക്കിയേ? പുട്ടും കടലക്കറി ഏട്ടാ. പുട്ടോ? ഇന്നലെയും പുട്ടല്ലേ ഉണ്ടാക്കിയത്, നിനക്ക് വേറെ തന്നെ ഉണ്ടാക്കിക്കൂടെ? അയ്യോ, ഇന്നലെ ഏട്ടൻ പുട്ട് കഴിച്ചപ്പോ ഞാൻ വിചാരിച്ചു ഇഷ്ടപ്പെട്ടു. അതന്നും ഉണ്ടാക്കിയത്. അത് സാരമില്ല, ഞാൻ ഗോതമ്പ് ദോശ ഉണ്ടാക്കാം. ഇനിയിപ്പോ സാരമില്ല, അത് മതി. അത് സാരമില്ല ഏട്ടാ, മാവ് വരക്കേണ്ട ആവശ്യമുള്ളൂ. ഞാൻ ഇപ്പൊ ഉണ്ടാക്കി തരാം, ഏട്ടൻ വേഗം വായോ. ഏട്ടാ പതുക്കെ പോണേ. ആടോ. പിന്നെ ഭക്ഷണം മുഴുവൻ കഴിക്കണം, എന്നിട്ട് പോലെ തിരിച്ചു കൊണ്ടുവരണ്ട. എന്റെ സച്ചു, നീ ദിവസം പറയുന്നത് ഞാൻ ചെറിയ കുട്ടിയാണോ? ഞാൻ ഏട്ടനോടല്ലാത്ത പിന്നെ ആരോടെ പറയാ? അയ്യോ, 1:30 ആയല്ലോ. ഏട്ടൻ ഭക്ഷണം കഴിച്ചോന്തോ. ഹലോ. ഏട്ടാ ഭക്ഷണം കഴിച്ചോ? എടി, നിനക്ക് തലയ്ക്ക് എന്തെങ്കിലും അസുഖമുണ്ടാ? ചോറ് കഴിക്കാൻ എനിക്ക് അറിഞ്ഞൂടെ? നീ രാവിലെ തുടങ്ങിയാലേ വെറുപ്പിക്കാൻ. ഓഫീസിലെത്തിയ പിന്നെ എത്രാമത്തെ പ്രാവശ്യം വിളിക്കുന്നത്? എടി, ഞാൻ ഒരു ക്ലയന്റിനെ കാണാൻ വേണ്ടി പോവാ. ഞാൻ വെച്ച് ഓഫീസിൽ നിന്ന് ആരാ വിളിക്കുന്നത്? നീ വെച്ച് പോയാണെന്ന്. ഇപ്പൊ വിളിക്കണ്ടായിരുന്നു, പാവം പൈക്ക് പോവല്ലേ. എന്തൊരു പെണ്ണത്. ഏട്ടാ രാവിലെ ജോലിക്ക് പോയിട്ട് ഇപ്പൊ എത്തിയല്ലുള്ളൂ. അപ്പത്തേക്കും കുളിച്ച് പുറത്തു പോവാ. കുറച്ചു നേരം എന്റെ കൂടെ ഇരുന്നോടെ. എന്തിനാ എപ്പോഴും ഇങ്ങനെ പുറത്തു വന്ന്? എന്റെ സച്ചു, നീ ഒരു ദിവസം ഓഫീസിൽ വർക്ക് ചെയ്ത് നോക്ക്, അപ്പൊ മനസ്സിലാവും. ബോസ്, സൂപ്പർവൈസർ, മാനേജർ ടാർഗറ്റ് പറഞ്ഞിട്ടല്ലേ ഒരു എംപ്ലോയിക്ക് 100 കൂട്ടം പ്രഷർ ആടി. അതിനൊക്കെ റീഫ്രഷ് ആണെങ്കിൽ ഇതുപോലെ ഫ്രണ്ട്സിനോട് പുറത്തു പോകണം. വീട്ടിൽ വെറുതെ ഇരിക്കുന്നു, നിനക്ക് അതങ്ങനെ മനസ്സിലാവാനാ? TV റീചാർജ് ചെയ്തിട്ടില്ലേ? സീരിയൽ കണ്ട് ഇവിടെ ഇരിക്കും. 10 മണി ആവുമ്പോഴേക്ക് എത്താം. എന്താടി? ഉച്ചക്ക് ചോറ് കഴിക്കാൻ വരില്ലേ? അതാ നീ അങ്ങനെ ചോദിച്ചേ? അല്ല, എല്ലാ ഞായറാഴ്ചയും ചിക്കൻ എടുത്തുന്നിട്ട് രാവിലെ പുറത്തു പോയി കഴിഞ്ഞാ പിന്നെ വൈകിട്ടല്ലേ ഏട്ടൻ വരിക, അതുകൊണ്ട് ചോദിച്ചതാ. അത് ഓരോ ഞായറാഴ്ച പിള്ളേരോട് പുറത്തു പോയിട്ട് പെട്ടു പോന്നാടി. ഇപ്രാവശ്യം ഞങ്ങള് നമ്മുടെ പുഴയോർത്തനുണ്ട്, ഉച്ചയാകുമ്പോഴേക്കും വരാം. അങ്ങനെയാണെങ്കിലേ വൈകിട്ട് നമുക്കൊന്ന് കാപ്പാട് പോവാ. കൊറേ ആയില്ലേ ഒരുമിച്ച് പുറത്തു പോയിട്ട്. വൈകുന്നേരം വന്നിട്ടേ കാപ്പാട് പോവാ. ഹലോ. വരെ എത്തി. വന്നിട്ട് കൂടെ 1 മണിക്കൂറായല്ലോ. എനിക്ക് 4 പ്രാവശ്യം വിളിക്കാൻ തുടങ്ങി. എടി സച്ചു, നിനക്ക് എന്തിന്റെ കേടാടി? ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ തുടങ്ങുമല്ലോ നീ. എടി, പിള്ളേരൊക്കെ എന്നെ കളിയാക്കുന്നടി. എടി, ഞാൻ വരാ പറഞ്ഞില്ല, ഉച്ചയാകുമ്പോഴേക്കും വരാ. ഇനി മേലെ എന്റെ ഫോണിലേക്ക് വിളിക്കരുതേ. കല്യാണം കഴിക്കണ്ടേ? ഏട്ടാ എന്താണ്ടി? ഭക്ഷണം കഴിക്കണ്ടേ? ഭക്ഷണമൊക്കെ ഞാൻ കഴിച്ച, നീ കഴിച്ചു. പുറത്തു പോവാ പറഞ്ഞല്ലേ, സമയായി. സന്ധ്യ കൂടെ ഒരു ഞായറാഴ്ച ലീവ് കിട്ടുള്ളൂ. ഞാൻ മര്യാദയ്ക്ക് ഉറങ്ങട്ടെ, തലവേദനിച്ചിട്ടാ. നീ വീട്ടില് വെറുതെ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ഒന്ന് പോടുന്ന്.
സന്ധ്യ എന്താ വൈകി പോയത്? ഇന്നലെ ഓവർ ടൈം ഉണ്ടായിരുന്നു ചേച്ചി. അപ്പൊ മാനേജർ പറഞ്ഞു ഒന്ന് കുറച്ച് ലേറ്റ് ആയിട്ട് വന്നാൽ മതിയെന്ന്. അതാ ഞാൻ ചോദിച്ചത്. അല്ലെങ്കിൽ മോള് രാവിലെ നേരത്തെ പോകുന്ന കാണാലോ. ചേച്ചി വടകരയിലല്ലേ, ഇവിടുന്ന് ഒരു 6 മണിക്ക് ഇറങ്ങിയാലേ അവിടെ സമയത്തിന് എത്താൻ പറ്റുള്ളൂ. വൈകിട്ടും കണക്ക് തന്നെയാ, ഇവിടെ എത്തുമ്പോഴത്തേക്കും ഒരു സമയാവും. അല്ല മോളെ, അപ്പൊ വീട്ടില് പണിയൊക്കെ എന്ത് ചെയ്യാ? അതിപ്പോ ഏട്ടൻ വീട്ടിൽ തന്നെയാണല്ലോ, അതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ ഏട്ടൻ തന്നെ ചെയ്തോളും. അപ്പൊ അവൻ എന്ത് പറ്റിയതാ? അവൻ കൊറേ വീട്ടിൽ തന്നെയാണല്ലോ. അതേച്ചി, ഏട്ടന്റെ കമ്പനി കുറച്ച് നഷ്ടത്തിലാണ് ഓടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് 3 മാസമായിട്ട് അടച്ചിട്ടിരിക്കുക. വേറെ ജോലിയൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ ശമ്പളം ഒന്നും അങ്ങനെ റെഡി ആവുന്നില്ല. ഇനി പുറത്തേക്ക് എവിടെയും നോക്കണം. അതുകൊണ്ടാണല്ലേ. എന്നാ ശരി മോളെ, ഞാൻ സംസാരിച്ചത് സമയം വൈകണ്ട, മോള് പോയിക്കോ. ശരി. സച്ചു, നീ എവിടെ പോവാ? അതേട്ടാ, ഓഫീസിൽ ഭയങ്കര വർക്ക് പ്രഷറാ. അപ്പൊ നമ്മുടെ രശ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരുവങ്ങൂർ പുതിയൊരു യോഗ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന്. ഞാൻ ഒന്ന് അന്വേഷിക്കാൻ പോവാ. അങ്ങനെയാണെങ്കിൽ നാളെ തൊട്ട് അവിടെ പോവാലോ, സ്ട്രെസ്സും കുറഞ്ഞു കിട്ടും. നീ എന്താ സച്ചു പറയുന്നത്? എടാ, നീ രാവിലെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഒറ്റയ്ക്കാടോ. എനിക്ക് സംസാരിക്കാൻ പോലും ആളില്ല. നീ വൈകുന്നേരം വീട്ടിലെത്തുമ്പോഴേ എനിക്കൊരു സമാധാനം. അപ്പൊ നീ അങ്ങനെ യോഗ ക്ലാസ്സിൽ പോയാൽ ഞാൻ എന്താക്കടോ? അയ്യോ, അങ്ങനെയല്ല ഏട്ടാ. ഈ യോഗ ക്ലാസ്സിനും കൂടി പോയില്ലെങ്കിൽ ഞാൻ മെന്റലി ഡൗൺ ആയി പോകും. ഏട്ടനൊരു കാര്യം ചെയ്യേ, TV കണ്ടിരിക്കേ. അപ്പത്തേക്കും ഞാൻ കഴിഞ്ഞിട്ട് വരാം. എന്റെ സച്ചു, ഇപ്പൊ ഒരു ഞായറാഴ്ച ആയാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. അതെന്താ ഏട്ടാ? എടാ, നീ രാവിലെ ജോലിക്ക് പോയാൽ വൈകുന്നേരമല്ലേ വരുള്ളൂ. വന്നോ യോഗ ക്ലാസ് വേറെ ഒറ്റ പോകാം. അതിൻ്റെ ഇടയിൽ നിന്നോട് സംസാരിക്കണം എവിടെയുള്ള സമയം? പിന്നെ ഞായറാഴ്ച ആകുമ്പോൾ നിനക്ക് ലീവല്ലേ, എവിടെയും പോകലല്ലോ. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കേണ്ട സച്ചു. അയ്യോ സോറി ഏട്ടാ, ഇന്ന് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന അഞ്ജുവിന്റെ എൻഗേജ്മെന്റാ. അതാണെങ്കിൽ ഞങ്ങൾ ഫറൂഖ് എത്തണം. ഞങ്ങൾ ഓഫീസിൽ നിന്ന് എല്ലാവരും കൂടെ ഒരുമിച്ച് പോവാനാ. ഹലോ, ഇല്ലടോ, ഞാൻ ഇറങ്ങിയിട്ടില്ല. ഒരു അരമണിക്കൂറിൽ ഇറങ്ങും. നിങ്ങൾ എവിടെ എത്തി? ആണോ? നിക്ക് ഞാൻ വേഗം വരാം. ശരി ശരി. എവിടെ ഏട്ടോ, ഒന്ന് മാറിക്കേ. സച്ചു, ഭക്ഷണം കഴിച്ചോ? ഒന്ന് പുറത്ത് പോകാനല്ലേ, നമുക്ക് പോവാം. എന്റെ തലവേദനയല്ലേ? തലവേദനയൊക്കെ മാറിയോ? ഡ്രസ് മാറ്റി പോ. ശരി. പോയിട്ടോ കേട്ടോ. 1 മണി മുതൽ 2 മണി വരെ ലഞ്ച് ടൈമാ. അതിനുള്ള എപ്പോ വേണമെങ്കിലും വിളിച്ചോട്ടോ. പിന്നെ പോയി വന്നിട്ടേ സ്ട്രെസ്സാണ് അതാണ് പറഞ്ഞിട്ടേ ഫ്രണ്ട്സിനോട് പോകുന്ന പരിപാടിയൊക്കെ നിർത്തി. ഫുൾ ടൈം നിന്റെ അടുത്ത് തന്നെ. ഏട്ടന് എന്താ പറ്റിയത്? ഒരു ദിവസം കൊണ്ട് ആളാകെ മാറിയല്ലോ. അതൊരു സ്വപ്നം കണ്ടാടോ. എന്ത് സ്വപ്നം ഏട്ടാ? സ്വപ്നമല്ല, ഒരു സത്യം. എല്ലാ ആണുങ്ങളും മനസ്സിലാക്കേണ്ട വലിയൊരു സത്യം. ഇവിടെ നമ്മൾ ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ പുറത്തുപോയി ജോലി ചെയ്യുകയും അവിടെ നമുക്കുണ്ടാകുന്ന ടെൻഷനും വർക്ക് പ്രഷറുമാണ് ഏറ്റവും ബുദ്ധിമുട്ടായ കാര്യമെന്ന്. എന്നാൽ ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം അവർ നേരത്തെ എണീക്കുകയും വീട്ടിലെ ജോലികളും കുഞ്ഞുങ്ങളുടെ കാര്യവും നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യും. അതിനിടയ്ക്ക് ഒന്ന് റെസ്റ്റ് പോലും ചെയ്യാൻ പറ്റാതെ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഭർത്താക്കന്മാർ ജോലി കഴിഞ്ഞ് വീടെത്തിയതും ഭാര്യമാരുടെ കൂടെ ഒരു 5 മിനിറ്റ് പോലും ഇരിക്കാതെ നമ്മുടെ റിലാക്സേഷന് വേണ്ടി ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തു പോവുകയും സമയം വൈകി വരുമ്പോൾ അതിനിടയ്ക്ക് ഒരുപാട് കോളുകൾ ഭാര്യമാർ നമുക്ക് ചെയ്യാറുണ്ട്. പക്ഷേ അതൊരു ശല്യമായി കാണുകയും അവരെ വഴക്കു പറയുകയും ചെയ്യുന്ന കുറച്ച് ഭർത്താക്കന്മാരെങ്കിലും നമുക്ക് ചുറ്റുമുണ്ട്. ഒന്ന് ഓർക്കുക, ഭാര്യമാരും മനുഷ്യരാണ്. അവർക്കും വർക്ക് പ്രഷറും മെന്റൽ സ്ട്രെസ്സും ഉണ്ട്. അത് മനസ്സിലാക്കുകയും അവർക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കുകയും ചെയ്താൽ അതായിരിക്കും നമ്മൾ ഭർത്താക്കന്മാർക്ക് ഭാര്യമാർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സമ്മാനം. അതുതന്നെയായിരിക്കും
അവർ നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക.